കണ്ണുണ്ടെങ്കിൽ കണ്ടാൽ ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ അവസാനിക്കുന്നില്ല. ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് ടി വി മിനി മാഡത്തെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച സന്തോഷ്, ആമുഖ പ്രസംഗം നടത്തിയ സാബു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള റെഡ് ഫ്ലാഗിന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു, പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരുവാൻ പ്രധാന കാരണം ഇവിടത്തെ ഭരണാധികാരികൾ തന്നെയാണ്. കോടതിയിൽ കേസ് നടക്കുമ്പോൾ എതിർകക്ഷികളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് ഇവരുടെ വിഷയം ന്യായമാണ് എന്നാണ്. നമ്മളുടെ വിഷയം, നമ്മൾ കോടതിയോട് ആദ്യം നമ്മുടെ കേസ് വന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇവര് മനുഷ്യരല്ലേ, കൃമികീടങ്ങളൊന്നും അല്ലല്ലോ, അവർക്ക് അന്തസ്സായി ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വേണ്ടേ എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് വന്ന ജഡ്ജിമാരും ഈ വിഷയത്തെ ഗൗരവമായിട്ടാണ് കണ്ടത്. പാടശേഖര സമിതിക്കാർ കൊടുത്തിരിക്കുന്ന ഒരു കേസുണ്ട്. ആ കേസിൽ അവര് പറയണത് പൊക്കാളി കൃഷി അവർക്ക് ലാഭമല്ല എന്നാണ്. ഒരു കാര്യം പാടശേഖര സമിതിക്കാർ മനസ്സിലാക്കണം, പൊക്കാളി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മത്സ്യകൃഷി ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തത്. മത്സ്യകൃഷിക്ക് മാത്രമായിട്ടുള്ള ഒരു അനുവാദം പാടങ്ങളിൽ കൊടുക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2008 സഖാവ് VS അച്യുതാനന്ദന്റെ കാലത്താണ് ഒരു നെല്ലും ഒരു മത്സ്യവും എന്ന രീതിയിൽ നമ്മുടെ കൃഷി മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഈ പാടശേഖരങ്ങളിലെല്ലാം ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പ്രകാരം കൃഷി മാത്രമേ നടത്താൻ പാടുള്ളൂ. പക്ഷെ കൃഷി നടത്തുന്ന കർഷകരെ സംബന്ധിച്ച് അവർക്ക് കൃഷി മാത്രം ചെയ്താൽ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭൂ മത്സ്യം അനുവദിച്ചു. പക്ഷെ പിന്നീട് അവരെന്ത് ചെയ്ത്, മത്സ്യകൃഷിയിൽ നിന്ന് ലാഭം കണ്ടപ്പോ കൃഷി നടത്തണ്ട എന്നങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അതേസമയം ഈ കൃഷിക്ക് വേണ്ടിയുള്ള ഗ്രാന്റ് അവർ എല്ലാ വർഷവും തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിന് ഈ മത്സ്യ സൊസൈറ്റികൾക്ക്, കൃഷി നടത്തുന്നതിന് കർഷക സംഘങ്ങൾക്കും
അതാത് രാഷ്ട്രീയ ആളുകൾ അധികാരത്തിലിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാന്റ് പല രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ കൃഷി അവര് നടത്തിയില്ല, ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. കോടതിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് ഇങ്ങനെ വെള്ളം കെട്ടുന്നത് പരിഹരിക്കാൻ കഴിയുക എന്ന്. ഇവിടത്തെ പോലീസുകാരെ സംബന്ധിച്ചും ഇവിടത്തെ റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും നേരത്തെ സാബു പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ വന്നിട്ട് അവരുടെ മുഴുവൻ പ്രദേശങ്ങളിൽ കണ്ടപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണോ ഇവിടെ ഉള്ളത് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഇനി കളക്ടർ വന്ന് പരിശോധിച്ചാലും വില്ലേജ് ഓഫീസർ വന്ന് പരിശോധിച്ചാലും തഹസിൽദാർ വന്ന് പരിശോധിച്ചാലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള ഏതൊരു മനുഷ്യൻ ആ പ്രദേശത്തേക്ക് വന്നാലും ഈ അവസ്ഥ കേരളത്തിൽ ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത് എന്നാണ് ചിന്തിക്കുക. അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. ഒരു പ്രളയം വന്നപ്പോ നമ്മളുടെയൊക്കെ വീടുകളിൽ 6-7 ദിവസം വെള്ളം കയറിയപ്പോൾ തന്നെ നമ്മൾക്ക് മനുഷ്യർക്ക് എന്ത് വെപ്രാളമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോ മാസങ്ങളായി ഇവിടത്തെ മനുഷ്യർ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, ബാത്റൂമിൽ പോവാൻ കഴിയാതെ, കക്കൂസെ പോവാൻ കഴിയാതെ, നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഈ ബെഡ്റൂമിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ്. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോ ഇവിടത്തെ കൃഷിമന്ത്രിയെ സംബന്ധിച്ച് സാബു എപ്പോഴും പറയും, കൃഷിമന്ത്രി രാത്രി എന്നെ വിളിക്കാറുണ്ട്. എന്തിനാണ് രാത്രി കൃഷിമന്ത്രി സാബുവിനെ വിളിക്കുന്നത്? ഒരു കാര്യവുമില്ല. ചങ്കൂറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാബുവിനെ രാത്രി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. ആൾ ഒരു ഉത്തരവിട്ടാൽ, അല്ലെ, ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ആളുടെ പവർ ആൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ആള് അത് ചെയ്യാൻ അയാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഒരു ഉത്തരവിട്ടാൽ സാബുവിനെ രാത്രി വിളിച്ചിട്ട് മറ്റേ പെൺപിള്ളേരോട് സംസാരിക്കണ പോലെ രാത്രി കുണുകുണൂന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ചെയ്യാതെ ഒരാളും ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടാൽ നിങ്ങളുടെ പ്രശ്നം അച്ചട്ടിട്ട പോലെ അവിടെ പരിഹരിക്കും. പക്ഷെ അത് അയാൾ ചെയ്യണില്ല. പേടിയാ. ആരെ പേടി? അപ്പുറത്ത് നിൽക്കുന്ന വലിയേട്ടനെ പേടിയാണ്. CPIM പേടിയാണ്. രാഷ്ട്രീയം നമ്മുടെ ഇടതുപക്ഷക്കാരൻ. ഞാനൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെയൊക്കെ നിൽക്കുന്ന സഖാക്കളൊക്കെ രാപ്പകലില്ലാതെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാ, നിങ്ങളും അടക്കം. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് ആയിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്ന് പറഞ്ഞ കർഷക തൊഴിലാളികളായിരുന്നു, നിങ്ങളെ പോലുള്ള മനുഷ്യരായിരുന്നു. ആ ബേസ് ഇപ്പോ കണ്ടല്ല ഈ തെരഞ്ഞെടുപ്പില് കാലിന്റെ അടിയിലെ മണ്ണങ്ങോട്ട് ചോർന്നു പോയത്. ആരാ വോട്ട് ചെയ്യാതിരുന്നത്? സ്ഥിരമായി വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം കണ്ട അതിൽ മാത്രം കുത്തുന്ന മനുഷ്യർ കുത്തിയില്ല. ഇവനൊക്കെ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കാം. ഈ കഴിഞ്ഞ പിണറായി സർക്കാരിനെ അധികാരത്തിൽ കയറ്റുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജയിച്ച മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സംഘടിതമായ തൊഴിലാളികൾ നിന്ന മണ്ഡലങ്ങളാണ്. മത്സ്യമേഖല, തീരദേശം മുഴുവൻ LDFന് വിജയിപ്പിച്ചു. അതുപോലെ തന്നെ കാർഷിക മേഖല, അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത മേഖല, കയർ അടക്കമുള്ള പരമ്പരാഗത മേഖല. അപ്പൊ സംഘടിതമായ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പ്രസ്ഥാനം ഇന്ന് നിങ്ങളെ കാണുന്നില്ല. ആരെ കാണണേ? വോട്ട് ആരുടെയാണോ കിട്ടിയത് അവരെ കാണാത്ത ആരെ കാണണേ? സമ്പന്നരെ മാത്രം കാണുകയാണ്. ആ കാണൽ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ വിഷയം പരിഹരിക്കാൻ അവർക്ക് കഴിയാത്തത്. മത്സ്യ മുതലാളിമാരുടെ കയ്യിൽ കാശുണ്ട്, നിങ്ങളാണെങ്കിലോ കാശില്ല എന്ന് മാത്രല്ല, ഇനിയിപ്പൊ അന്നന്ന് വേല എടുത്താലും അടുപ്പിൽ ഇതിട്ട് പോയ്ക്കാനും പറ്റണം, കത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളെ പറയൂ, ഈ സമരം തന്നെ ഇവിടത്തെ 2-3 സഖാക്കള് അല്ലെ അതികഠിനമായി പ്രവർത്തിച്ചിട്ടാണ് ഈ സമരം ഉണ്ടായി അല്ലെ. നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോ നിങ്ങൾ സംഘടിതരായി മാറണം. ഈ സമരം വളരെയധികം വൈകിപ്പോയി. ഈ സമരം അല്ല ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ഇനി അധികാരികൾ നമ്മളുടെ സമരം കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ വൈപ്പിങ്കരയില്
വൈപ്പിൻകരയിൽ കുടിവെള്ളം കിട്ടാതെ മനുഷ്യർ സമരം ചെയ്ത ഒരു രീതിയുണ്ട്. അന്ന് ആ സമരത്തിന് ലീഡർഷിപ്പ് കൊടുത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അവിടുത്തെ സ്ത്രീകൾ എന്ത് ചങ്കൂറ്റുള്ള സ്ത്രീകളായിരുന്നു അറിയാമോ? ഞങ്ങൾ ഒരു ദിവസം നമ്മൾ മാർച്ച് നടത്തി മുഴുവൻ സ്ത്രീകളെ 100-300 സ്ത്രീകളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് ചെന്നു. മജിസ്ട്രേറ്റ് പറഞ്ഞു, പോയിക്കോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കെതിരെ കേസ് എടുക്കണില്ല, നിങ്ങളെല്ലാവരും ജാമ്യത്തിൽ വിട്ടിരിക്കണം, സ്വന്തം ജാമ്യത്തിൽ വിട്ടിരിക്കണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോണില്ല. സ്ത്രീകൾ പറഞ്ഞ് ഞങ്ങൾ പോണില്ല, വെള്ളം കിട്ടിയിട്ട് പോണുള്ളൂ. മനസ്സിലായ? സ്ത്രീകൾ 100-300 പേര് പറയാണ് വെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ പോണില്ല. അത്രയും ദുരിതാണ്. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാ വൈപ്പിന്. രാത്രി പുള്ളിക്കാരന്റെ കൂടെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. രാത്രി മുഴുവൻ ഈ വെള്ളം വരുന്നെരുതിയിട്ട് റോഡ് സൈഡിലുള്ള പബ്ലിക് പമ്പിന്റെ പൈപ്പിന്റെ ചോട്ടിലിരിക്കുന്ന ഞങ്ങള് സ്ത്രീകള്. മനസ്സിലായ? ആ ദുരിതം ഞങ്ങളെ സംഘടിപ്പിച്ചു. ആ ദുരിതമാണ് സംഘടിപ്പിച്ച സ്ത്രീകളെ. കാരണം വിഷമിക്കുന്ന സ്ത്രീകളാ, ആണുങ്ങൾ അവിടെ കിടന്നുറങ്ങായിരിക്കും. മനസ്സിലായ? പിറ്റേ ദിവസം രാവിലെ കഞ്ഞി വെക്കണം, ചായ കുടിക്കണം, ഇതിനൊക്കെ വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അപ്പോഴും വിഷമിക്കല്ലേ. ആ സ്ത്രീകള് അവരുടെ കരുത്ത് കാട്ടിയതാ, പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റ് അങ്ങനെ പിന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ AR ക്യാമ്പിൽ കൊണ്ടുപോയി. AR ക്യാമ്പിൽ കൊണ്ടുപോയപ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? അവിടെ വട്ടകയും ചെമ്പും, അന്ന് പോലീസുകാർ ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തു തന്നു. ഗ്യാസൊക്കെ തന്ന് ഞങ്ങൾ അവിടെ ചോറ് വെച്ച് അവിടെ താമസിച്ചു. വിഷയം ആളിക്കത്തി. പത്രക്കാര് മുഴുവൻ ഫ്രണ്ട് പേജിൽ വാർത്തയായി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ചെയ്ത സമരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് വൈപ്പിൻകര മുഴുവൻ എറണാകുളത്ത് വന്ന് താമസിക്കുന്ന സമരം ചെയ്തു. അതിശക്തമായിട്ടുള്ള രീതിയിൽ വൈപ്പിൻ ദ്വീപിലെ മുഴുവൻ ജനങ്ങളും എറണാകുളം നഗരത്തിൽ വന്ന് കുടില് കെട്ടി നമ്മൾ താമസിച്ചു. മനസ്സിലായ? അപ്പൊ നമ്മളുടെ കരുത്ത് നമ്മൾ കാണിക്കണം. ഇത് അനീഷോ ഷാബോ അങ്ങനെ 5-6 പേരുടെ പണിയല്ല. എല്ലാവരും ഒരുമിച്ച് ഇത്രയും ആളുകൾ, ഇപ്പൊ നിങ്ങൾ ഒരു 10-80 പേരില്ലേ, ഈ 80 പേര് തീരുമാനിച്ചിറങ്ങിയാൽ ഈ സമരത്തിന്റെ മുഖം മാറില്ലേ? ഇല്ലേ? എത്ര കുടുംബങ്ങളിലൂടെ വന്നിട്ടില്ല? ഈ ദുരിതം അനുഭവിക്കുന്നവരല്ലേ? വന്നിട്ടില്ല. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ സമരത്തിന് നമ്മൾ ഇനി നേതൃത്വം നൽകും. ഇപ്പോ ഈ ഓർഡർ അല്ലാട്ടാ, ഈ 2 മാസത്തിനുള്ളിൽ കളക്ടർ ഇറക്കിയിരിക്കണം 4ാമത്തെ ഓർഡർ. അത് അല്ലെ 4ാമത്തെ ഓർഡർ. എന്തിനാ ഈ കളക്ടർ ഈ ഓർഡർ ഇറക്കണേ? ഇയാൾക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ ഇതെന്തിനാ ഇറക്കണേ? നമ്മളതാ ചോദിക്കണേ. കളക്ടറെ സംബന്ധിച്ച് അയാൾ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ സെന്റൻസ് ഞാൻ വായിക്കാം. ഈ വിഷയം വിശദമായി പരിശോധിച്ചു. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ സ്ലൂയിസുകൾ പ്രവർത്തിച്ച് വെള്ളം വറ്റിക്കുന്നത് നിലവിൽ പ്രായോഗികമല്ല എന്ന് കാണുന്നു. ആയതിനാൽ കുത്തിയതോട് പഞ്ചായത്ത് 2ാം വാർഡ്, തുറവൂർ പഞ്ചായത്ത് 2-15 വാർഡുകളിൽ ഉൾപ്പെടുന്ന പാടശേഖരങ്ങളുടെ സമീപ വീടുകളിൽ താമസിക്കുന്നവരുടെ ദുരിതപൂർണമായ ജീവിതം കണക്കിലെടുത്ത്, ദുരിതം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അല്ലെ, കണക്കിലെടുത്ത് പാടശേഖരങ്ങളിലെ വെള്ളം അടിയന്തരമായി പമ്പ് ചെയ്ത് കളയുന്നതിന് ദുരന്ത നിവാരണ നിയമം, അതങ്ങനെ ഉണ്ടല്ലോ, ദുരന്ത നിവാരണ നിയമമുണ്ട്. ഇപ്പൊ ഇതുപോലെ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത്, വെള്ളം കയറുന്ന സമയത്തൊക്കെ ചെയ്യാവുന്ന ഒരു നിയമം 2005 വകുപ്പ് 26, 30, 33 വകുപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രകാരം താഴെ പറയുന്ന ഉദ്യോഗസ്ഥരെ ചില ചുമതലപ്പെടുത്തി ഉത്തരവാകുന്നു. ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഉത്തരവ്. 4-7 മനസ്സിലായ? അതാണ് ഈ സമരത്തിന്റെ വിജയം. മനസ്സിലായ? നിങ്ങളൊരു സമരം പ്രഖ്യാപിച്ചപ്പോ തന്നെ എല്ലാവർക്കും അറിയാം ഇത് സത്യമാണ്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നേരത്തെ സാബു പറഞ്ഞ പോലെ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷത്തിലെ ആളുകൾക്കും ഇപ്പോൾ ചെറിയ ഇഷ്ടമുള്ളത് ആരോടാ? ഒന്ന് മത്സ്യ കോൺട്രാക്ടർമാർ. നേരത്തെ സാബു പറഞ്ഞു കുത്തിയതോട് പഞ്ചായത്തിലെ എന്തോ വിഷയം പറഞ്ഞല്ലേ, ഇതൊരു സത്യമാണ്. ഇത് ജാതി പറയുന്നതല്ല. അവർക്കൊക്കെ മേൽജാതിക്കാരോടാണ് താല്പര്യം. അപ്പൊ ഈ SC വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരോട് അവർക്ക് താല്പര്യമില്ല. പക്ഷെ ആ താല്പര്യം നമ്മൾ ഉണ്ടാക്കണല്ലോ. എങ്ങനെ ഉണ്ടാക്കും?
അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആലപ്പുഴ പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം പമ്പു ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. KSEB-യിൽ നിന്ന് കറണ്ട് കണക്ഷൻ ലഭ്യമാക്കുക, വെള്ളം പമ്പു ചെയ്യുന്നുള്ള മോട്ടോർ ഏർപ്പാടാക്കുക. അത് ആർക്കാ കൊടുത്തേക്കണത്? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് ആലപ്പുഴയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുക. പിന്നെ തഹസിൽദാർ ചേർത്തല വെള്ളം പമ്പു ചെയ്ത് കളയുന്നുള്ള തുക ഇപ്പൊ KSEB കട്ട് ചെയ്തേക്കാണല്ലോ, 4 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് 22 ഫ്ലഡ് അതർ ഐറ്റംസ് എന്ന ദുരന്ത നിവാരണ ശീർഷകത്തിൽ അനുവദിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ലഭിക്കുന്ന എല്ലാ നടപടികൾ സ്വീകരിക്കുക. അപ്പൊ KSEB-ക്ക് കൊടുക്കാനുള്ള പൈസയും ഇനി പമ്പ് ചെയ്യാനുള്ള പൈസയും അടിയന്തരമായി തഹസിൽദാർ അനുവദിക്കണം എന്നാണ്. തുറവൂർ കുത്തിയതോട് പഞ്ചായത്ത് സെക്രട്ടറിമാർ ചുമതലപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥരെ ഏകോപിച്ച് ഈ പ്രവർത്തികൾ കാര്യക്ഷമമാക്കുക. ഇത് സമയബന്ധിതമായി നടപ്പിലാക്കണം. ഈ കാര്യമാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്ര ദിവസമായി? 4-ാം തീയതി കഴിഞ്ഞിട്ട്. ഇപ്പൊ 4-ാം തീയതി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഈ വില്ലേജ് ഓഫീസർ നേരത്തെ സാബു പറഞ്ഞ പോലെ ഈ വില്ലേജ് ഓഫീസർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഈ തുറവൂർ വില്ലേജ് ഓഫീസർക്ക് ഒരു ഉത്തരവാദിത്തം ഭരണഘടനാപരമായി ഇല്ലേ? അദ്ദേഹത്തിന് ആ പ്രദേശത്ത് വന്ന് ഈ മനുഷ്യരുടെ ജീവിതം കാണുന്നതിനുള്ള മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, ഇത് കണ്ടാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് അധികാരം ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല ആർക്കാ? വില്ലേജ് ഓഫീസർക്കാണ്. ആ റവന്യൂന്റെ ജില്ലാ കളക്ടർക്ക് അടിയന്തരമായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കളക്ടർ ശരിയാണ്, അദ്ദേഹം ആലപ്പുഴയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ എന്ത് ചെയ്യണം? വില്ലേജ് ഓഫീസറാണ് പറയേണ്ടത്, എന്റെ ഏരിയയിൽപ്പെട്ട ഇത്ര സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അടിയന്തരമായി ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇനി വില്ലേജ് ഓഫീസർ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ സമരം ഇതല്ല. നമ്മൾ ഈ വില്ലേജ് ഓഫീസിൽ കുടില് കെട്ടി നമ്മൾ താമസിക്കും. തയ്യാറാണോ? അത് അധിക ദിവസം നമുക്ക് നീണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിപ്പോ 4-ാം തീയതി കൊടുത്ത് നമ്മൾ ദുരിത ജീവിതത്തിലാണ്. വന്ന് ഇതുവരെ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും തഹസിൽദാരും പൈസ കണ്ടെത്തി. പൈസ അവരുടെ കയ്യിലിരിക്കില്ല, അവരുടെ പൈസ അല്ലല്ലോ, നമ്മളുടെ സർക്കാരിന്റെ പൈസ കയ്യിലിരിക്കും അല്ലെ? ആ പൈസ എടുത്ത് അടിയന്തരമായി KSEB-നെ പറഞ്ഞ് ഈ സാധനം ഈ ഓർഡർ ഇട്ട് അവരുടെ കയ്യിൽ കിട്ടി അന്ന് പരിഹരിക്കേണ്ട വിഷയം. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച തന്നെ സമരം വിപുലമാക്കി. തയ്യാറാണോ? ഒന്നും എല്ലാവരും ഉറക്കെ പറയും. അതെ അതല്ലേ ഞാന് കാണുമ്പോ സങ്കടവും. അതായത് ബെഡ്റൂമിലൊക്കെ നിങ്ങൾ ഇങ്ങനെ നടക്കണ കാണുമ്പോഴേ ഇല്ലേ, എനിക്ക് പുഴു കാലൊക്കെ അസുഖമാണ് ആളുകളുടെ. നമ്മൾക്ക് ആ പേടിയില്ല. അത് മാത്രമാണ് ബാത്റൂമിലെ വെള്ളം, സെപ്റ്റിക് ടാങ്കിലെ വെള്ളം, ഇതൊക്കെ ഈ വെള്ളത്തിനോട് ചേർന്ന് അലിയാണ്. ആരോടത് ഈ ദുഃഖം പറയാം? ഈ ദുഃഖത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. മടി പിടിച്ച് വീട്ടിലിരിക്കരുത്. തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്, നിങ്ങളോ? അതെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമ്മൾക്ക് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ ഇപ്പൊ ഒരു കമ്മിറ്റിനെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ആളുകളുമായി ഞാൻ നേരത്തെ സംസാരിച്ചതാ. അതെ, 4 വർഷമല്ലായിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ പ്രശ്നം. പൊക്കാളി കൃഷി നടത്തുമ്പോ ഈ പ്രശ്നം വെള്ളക്കെട്ടുണ്ടാകുന്നില്ല അല്ലെ? ആ പൊക്കാളി കൃഷിയാണ് ഇതിന് പരിഹാരം. കോടതിയിലും സർക്കാർ പറഞ്ഞത് അതാണ്. സർക്കാർ അതിന് ഗ്രാന്റും അനുവദിച്ചു. ഗ്രാന്റ് വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് കൃഷി നടത്തില്ല അല്ലേ? എന്നിട്ട് മത്സ്യകൃഷി പിന്നെ നടത്തും. കോടികളാണ് കിട്ടുന്നത്, കോടികൾ. ഇനി അവര് മത്സ്യകൃഷി നടത്തണ്ട, അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം കൃഷി നടത്താൻ അവർക്ക് പറ്റില്ലെങ്കിൽ പാടശേഖരങ്ങളിൽ മത്സ്യകൃഷിയും വേണ്ട.
അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കാരണം കൃഷി നടത്താൻ വേണ്ടിയാണ് അവർക്ക് പാടശേഖരങ്ങളിൽ ഈ മത്സ്യകൃഷിക്ക് അനുവാദം കൊടുത്തു കേട്ടാ. അപ്പൊ അത് നിങ്ങൾ പൂർണ്ണമായും ന്യായമാണ്, നിങ്ങൾ പൂർണ്ണമായും ശരിയാണ്, പൂർണ്ണമായും സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമരം വിജയിക്കും. പെണ്ണുങ്ങൾ ഇത്രയും പോരാ, സ്ത്രീകൾ ഇറങ്ങണം. മനസ്സിലായ? സ്ത്രീകൾ ഇറങ്ങി ബാക്കി സ്ത്രീകളെ മുഴുവൻ സംഘടിപ്പിക്കണം. അടുത്ത ആഴ്ച നമ്മൾ ഇവിടെ തന്നെ നടത്താൻ പോകുന്ന അതിശക്തമായിട്ടുള്ള സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റയ്ക്കും കൂട്ടായിട്ടുള്ള ശക്തമായ പ്രവർത്തനം വേണം. ഇങ്ങനെ പോരാ കേട്ടാ. 9 മണിക്ക് സമരം പറഞ്ഞ് എറണാകുളത്ത് നിന്ന് ഞാൻ ഇവിടെ 9 മണിക്ക് എത്തി. നിങ്ങൾ എത്ര മണിക്ക് വന്നേ? 10 മണിക്ക്. 10 മണിക്കാണോ വന്നേ? ആ, ഇന്നലെ രാത്രി ഞാൻ ആശുപത്രിയിലായിരുന്നു പനിച്ചിട്ട്. എന്റെ വീട്ടുകാരറിയാതെ ഓടിപ്പോന്നത് ഞാൻ. കാരണം ഈ സമരം ഇവിടെ പറഞ്ഞിട്ട് ഇവര് പിള്ളേര് ഒരു പ്രാവശ്യം മാറ്റി വെച്ചത്. അപ്പൊ അതുകൊണ്ട് സമരം നടത്താതിരിക്കാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ വരുമ്പോ നിങ്ങൾ വേണം ശക്തമായി നിൽക്കാൻ. ഓക്കെ, എല്ലാരും സമ്മതിച്ചല്ലേ? എന്നാ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും.